ആരാധകർക്ക് ആശ്വസിക്കാം, മാർവലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അവർ വീണ്ടും വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഒന്ന് ഷെയറും ചെയ്യുക. ലോകമെമ്പാടും ആരാധകരുള്ള സിനിമാ ഫ്രാഞ്ചൈസിയാണ് മാർവൽ എൻ്റർടൈൻമെൻറ്റ്സ്. സൂപ്പർ ഹീറോ സിനിമകൾക്ക് കേരളത്തിലും ഫാൻസ് ക്ലബ്ബുകളും രൂപപ്പെട്ടത് മാർവൽ കാരണമാണ്. മാർവലിൻ്റെ എൻഡ് ഗെയിം ഇന്ത്യയിൽ നിന്ന് മാത്രം 450 കോടി കളക്ഷൻ നേടി ഇയർ ടോപ്പറായത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മാർവൽ അതിൻ്റെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. എൻഡ് ഗെയിമിന് ശേഷം മാർവലിൻ്റെ മുഖങ്ങളായിരുന്ന റോബർട്ട് ഡൗണി ജൂനിയറും ക്രിസ് ഇവാൻസും കരാർ അവസാനിപ്പിച്ചതും പിന്നീട് വന്ന സൂപ്പർ ഹീറോ സിനിമകൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ പോയതും ഫ്രാഞ്ചൈസിക്ക് തിരിച്ചടിയായി. വോക്ക് കൾച്ചറിൻ്റെ അതിപ്രസരം ആരാധകരിൽ അമർഷമുണ്ടാക്കി. സ്പൈഡർമാൻ നോ വേ ഹോം, ഗാർഡിയൻസ് ഓഫ് ഗാലക്സി 3 എന്നീ സിനിമകൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയത്. മാർവൽസ് തോർ ലവ് ആൻഡ് തണ്ടർ, ക്വാണ്ടമാനിയ എന്നീ സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞിരുന്നു. ഫേസ് 4ലെ സീരീസായ ഷീ ഹൾക്ക് മാർവലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം റേറ്റിംഗാണ് നേടിയത്. ഫേസ് 5ലെ ഏറ്റവും പുതിയ ചിത്രം ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ അടുത്തയാഴ്ച റിലീസ് ചെയ്യാനിരിക്കുകയാണ്. എന്നാൽ തണുപ്പൻ പ്രതികരണമാണ് പ്രീ സെയിലിൽ ചിത്രം നേരിടുന്നത്. ഇപ്പോഴിത് ആരാധകർക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ്. അവഞ്ചേഴ്സിലെ ഹിറ്റ് സിനിമകളുടെ സംവിധായകരായ റൂസോ ബ്രദേഴ്സ് മാർവലിലേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഫേസ് 6ലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളായ അവഞ്ചേഴ്സ് 5, അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നീ സിനിമകൾ സംവിധാനം ചെയ്യാൻ മാർവൽ റൂസോ ബ്രദേഴ്സിനെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ നഷ്ടപ്പെട്ട പഴയ പ്രതാപം മാർവൽ തിരിച്ചു പിടിക്കുമോ എന്നാണ് ആരാധകർ കരുതുന്നത്. എന്നാൽ സൂപ്പർ ഹീറോ സിനിമകളോട് എല്ലാവരും വിമുഖത കാണിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരിച്ചുവരവ് വളരെയധികം ദുഷ്കരമാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയോടും അയൺമാനോടും തോന്നിയ ഇമോഷൻ ഇപ്പോഴുള്ള സൂപ്പർ ഹീറോകളോട് തോന്നുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. റൂസോ ബ്രദേഴ്സ് ഇതിനെ എങ്ങനെ നേരിടുമോ എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടെ തന്നെ ഒന്ന് ഷെയറും ചെയ്യുക.